2025-2026 കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച, ലോകസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബഡ്ജറ്റാണിത്. അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഒരാൾക്ക് തുടർച്ചയായി 8 പ്രാവശ്യം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ശ്രീമതി നിർമ്മല സീതാരാമനാണ്. അതുകൊണ്ടാണ് അത് ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്ന് പറയാനുണ്ടായ കാര്യം. സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഭരണകക്ഷികൾ ആ ബഡ്ജറ്റിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പത്രപ്രസ്താവനകളും പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതേസമയം പ്രതിപക്ഷം അതിനെതിരായി, ബഡ്ജറ്റിന് എതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പത്രപ്രസ്താവനകളും പ്രസംഗങ്ങളും ചർച്ചകളും അഭിപ്രായ സമന്വയങ്ങളും ഒക്കെ നടത്താറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ ഇന്ത്യയിൽ ആകമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് ചുരുങ്ങാം. കേരളത്തിനെ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ പറയുന്നു. അതേസമയം ലഭിക്കേണ്ടത് ലഭിച്ചുവെന്നും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം ലഭിച്ചുവെന്നും അനുവദിച്ച ഫണ്ടുകൾ സമയബന്ധിതമായി വിനിയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചില ഫണ്ടുകൾ ലഭിക്കാതെ പോയതെന്നാണ് അവർ പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ പല ഫണ്ടുകളും സമയബന്ധിതമായി, അതായത് കാലാവധിക്ക് മുമ്പ് അത് വിനിയോഗിച്ച് തീർക്കാറില്ല. അതിന് കാരണമെന്ന് പറയുന്നത് സർക്കാർ, അതുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാർ, അതുമായി ബന്ധപ്പെട്ട കരാറുകാർ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കിയെടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരെല്ലാമാണ് അതിന് ഉത്തരവാദികൾ. പലപ്പോഴും സമയബന്ധിതമായി കണക്കുകൾ കേന്ദ്രത്തിന് സമർപ്പിക്കാറില്ല. അത് കേരളത്തിന്റെ ഒരു ദുരന്തമായി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയോയായി. അതിന് കാരണം ഇവിടുത്തെ സർക്കാർ ജീവനക്കാരാണ്. അവരുടെ മെല്ലെപ്പോക്ക്, അല്ലെങ്കിൽ അവരുടെ മറ്റു ചില താല്പര്യങ്ങൾ, അതല്ലെങ്കിൽ സർക്കാരിനോടുള്ള വിദ്വേഷം, ഇതെല്ലാമാണ് സമയത്ത് കണക്ക് കൊടുക്കാതിരിക്കുന്നതിനും സമയബന്ധിതമായി അനുവദിച്ച ഫണ്ടുകൾ ചെലവഴിക്കാതിരിക്കുന്നതിനും, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാലും മറ്റ് പദ്ധതി പ്രവർത്തനങ്ങൾക്കായാലും അത് പൂർത്തിയാക്കാതിരിക്കുന്നതുമെല്ലാം ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും സംഭവിച്ചത്. അത് ഒരു കേന്ദ്രമന്ത്രി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ആ പറഞ്ഞു എന്ന് പറയുന്നത് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം പറഞ്ഞ ആ വസ്തുതയിലേക്ക് കടന്നു ചെല്ലുകയാണ്. കേരളം നിലവിളിക്കുകയല്ല, കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കുകയാണ് വേണ്ടത്. കാര്യക്ഷമമായ ഒരു വിമർശനമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്
കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ നിരവധി ഫണ്ടുകൾ കേരളത്തിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരളം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എങ്കിൽ തന്നെയും അത് അപ്പടി അംഗീകരിക്കാനും കഴിയില്ല. പലപ്പോഴും നമ്മൾ ഇല്ലാത്തത് ഉള്ളതായി ഉയർത്തി കാണിക്കുന്നത് കൊണ്ട് പല ദോഷങ്ങളും അത് രാജ്യപരമായാലും സാമൂഹിക പരമായാലും പ്രാദേശിക തലത്തിലായാലും അത് പലപ്പോഴും ദോഷഫലങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് ഉള്ളതുപോലെ തുറന്നു പറയാനും എവിടെയെല്ലാം പിടിപ്പുകേട് സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഇനിയെങ്കിലും അത്തരം പിടിപ്പുകേടുകൾ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ആ പിടിപ്പുകേടുകൾ ഏതെല്ലാം ഭാഗത്തു നിന്നാണോ ഉണ്ടായത് ആ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയല്ല ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ വളരെ വിവാദമായിരിക്കുന്ന മറ്റൊരു കാര്യം ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു വാചകമാണ്. ആ വാചകം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കാണ്, ഉന്നത കുല ജാതർ. ആ ഉന്നത കുല ജാതർ ആ വാക്ക് പ്രയോഗിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പട്ടിക ജാതി വകുപ്പുകൾ ഉന്നത കുല ജാതർ കൈകാര്യം ചെയ്യണമെന്നും മുന്നോക്ക സമുദായങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പുകൾ പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ കൈകാര്യം എന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം കണ്ടത്. അത് വളരെയധികം വിവാദമായിരിക്കുന്നു. ആ വിവാദമാക്കിയത് അതിലെ മുന്നിൽ നിൽക്കുന്നത് ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത നിലയിൽ ഇരു കക്ഷികളും ഭരണകക്ഷികളും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ഒരേ സ്വരത്തിൽ ആ സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യന്റെ അഭിപ്രായത്തോടും രണ്ടുപേരും മാപ്പ് പറയണം, കേരള ജനതയോട് മാപ്പ് പറയണമെന്നാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം. അതങ്ങനെ നിൽക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് മുതൽ ലോകസഭ തെരഞ്ഞെടുപ്പ് വരെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ജാതിയും മതവും നോക്കിയാണ്. അത് ഒരു കക്ഷി മാത്രമല്ല, വിപ്ലവം പ്രസംഗിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായാലും ബൂർഷ രാഷ്ട്രീയ കക്ഷി എന്ന് മുദ്ര കുത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായാലും അതുപോലുള്ള മറ്റ് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായാലും ഇതാണ് അവസ്ഥ. അവർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും ജാതിയും മതവും നോക്കിയാണ്. കേരളത്തിലെ ഒരു ജനറൽ സീറ്റിൽ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന, അതായത് സംവരണ ആനുകൂല്യം കിട്ടാത്ത ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആകെ ധൈര്യപ്പെട്ടത് തൃശ്ശൂരിൽ ഒരിക്കൽ
CPI VV രാഘവനെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട്. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് ആരും ആ വഴിക്ക് ചിന്തിച്ചതായി അറിവില്ല. എന്തിന് വളരെ ദൂരം പോകണം? ശ്രീ KR നാരായണനെ പോലും ഒരു സംവരണ സീറ്റിലല്ലാതെ ഒരു ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതിനുള്ള ഒരു ആലോചന പോലും നടത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമില്ലായിരുന്നു. അദ്ദേഹത്തെ ഒറ്റപ്പാലം സംവരണ സീറ്റിലാണ് അദ്ദേഹത്തെ നിർത്തി ജയിപ്പിച്ചത്. അതോടെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞ ഉന്നത കുലജാതർ, ആ പറഞ്ഞ വാക്ക് അതൊരു പൊതുവിൽ അതല്ലെങ്കിൽ ഒരു എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ഒരു കേന്ദ്രമന്ത്രി ആ പറഞ്ഞത് കുറെ കടുത്തുപോയി, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം ആണ് കുറേയേറെ ശരി. അത് സംഭവിച്ചത് മറ്റുള്ളവരെ പോലെ രാഷ്ട്രീയ പരിജ്ഞാനത്തിന്റെ കുറവുണ്ടാവാം. ആ രാഷ്ട്രീയ പരിജ്ഞാനം, പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരിജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി ഇത്തരം ഒരു പദം ഉപയോഗിക്കുമായിരുന്നില്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ഉയർന്ന സമുദായക്കാരന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൊടുത്ത ചരിത്രം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. അതായത് ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹമായിരുന്നു അന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി. അന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ KK ബാലകൃഷ്ണന് ഗതാഗത വകുപ്പാണ് നൽകിയത്. അത് നൽകിയത് കോൺഗ്രസ് സർക്കാർ. കരുണാകരന്റെ രാഷ്ട്രീയത്തോടൊന്നും പലർക്കും യോജിപ്പില്ല, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായി. അതിനുശേഷം ഒരു പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. ആ പട്ടികജാതിക്കാരനായ IASകാരനെ അവിടെ നിന്നും പുകച്ച് പുറത്ത് ചാടിച്ച് ഓടിച്ച സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു പട്ടിക ജാതിക്കാരനെ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായത്, കേരള ചരിത്രത്തിന്റെ നിയമസഭാ സ്പീക്കറാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അദ്ദേഹത്തെ പിന്നീട് ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രിയും ആക്കുകയുണ്ടായി. അതെല്ലാം കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകം എഴുതി ചേർക്കുന്ന രേഖകളായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ നമുക്ക് വീണ്ടും ബഡ്ജറ്റിലേക്ക് വരാം. കേരളത്തെ ബഡ്ജറ്റ് പൂർണ്ണമായും അവഗണിച്ചു എന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല എങ്കിൽ തന്നെയും കേരളത്തെ കാര്യമായ രീതിയിൽ ബഡ്ജറ്റ് കണക്കാക്കിയില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്നത് വസ്തുതയാണ്. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ, ഫണ്ടുകൾ, പദ്ധതികൾ ഒക്കെ നിരവധി കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. അത് വിമർശനപരമായി തന്നെ
വിലയിരുത്തേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.